നമസ്കാരം, ഏവർക്കും ദിലു പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇനിയിപ്പോൾ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും കലാമത്സരങ്ങളുടെ സമയമാണ്. അപ്പോൾ കലാമത്സരങ്ങളുമായിട്ട്, അതായത് സ്പീച്ച്, എലക്യൂഷൻ, സ്റ്റോറി ടെല്ലിംഗ്, ആക്ഷൻ സോങ്, ലൈറ്റ് മ്യൂസിക്, ഇങ്ങനെയുള്ള റെസിറ്റേഷൻ, അപ്പോൾ ഇവയൊക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് സ്പീച്ചിനെ കുറിച്ച് നോക്കാം. സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഏജ് ലിമിറ്റുണ്ട് ഓരോ ഗ്രൂപ്പിനും. LP, UP, അതിന് താഴെ നഴ്സറി, അപ്പോൾ അങ്ങനെ ഓരോ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ആ ടൈം വ്യത്യാസമായിരിക്കും. ഫസ്റ്റ് നമുക്കൊരു ടോപ്പിക്ക് തന്നാൽ LPയും അതുപോലെ തന്നെ മിക്കവാറും LPയും നഴ്സറി സെക്ഷനൊക്കെ ടോപ്പിക്ക് നേരത്തെ കൊടുക്കാറുണ്ട് സ്പീച്ചിന്. അതവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഒരു 5 മിനിറ്റ്സിന് കണക്കാക്കി അത് പ്രിപ്പയർ ചെയ്യുക. ടോപ്പിക്കിനെ കുറിച്ച് ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് ടോപ്പിക്കിലോട്ട് കടക്കുക. അവസാനം നന്ദി പറയുക. അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇത് ഫോളോ ചെയ്യുക. അത് മാത്രമല്ല, പിന്നെ നമ്മൾ പറയുന്നത് ഏത് ലാംഗ്വേജാണോ, മലയാളമാണെങ്കിൽ ഫുള്ളും മലയാളം തന്നെ യൂസ് ചെയ്യുക, ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അങ്ങനെ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ആ സെയിം ലാംഗ്വേജ് തന്നെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയും പ്രസൻറ്റ് ചെയ്യുക. കൊച്ചു പിള്ളേരുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് നേരത്തെ ടോപ്പിക്ക് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇത്രയും സമയത്തിനനുസരിച്ച് അതിനകത്ത് പറയാൻ ശ്രമിക്കണം. പിന്നെ അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അക്ഷരശുദ്ധി. മോശമായിട്ടുള്ള ഒരു വാക്കുകൾ പോലും അതിലുപയോഗിക്കാൻ പാടില്ല. നല്ല പദപ്രയോഗങ്ങളായിരിക്കണം. വ്യക്തത വേണം. പിന്നെ അതിനുള്ള നമ്മുടെ മുഖത്ത് അതിനനുസരിച്ചുള്ള ഭാവഭേദങ്ങൾ, എക്സ്പ്രഷൻസ് വേണം. ഇതൊക്കെ കോമ്പറ്റീഷന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ആവശ്യമില്ലാത്തൊന്നും നമ്മൾ അതിൽ ചേർക്കേണ്ട കാര്യമില്ല. നല്ല പോയിൻറ്റ്സ് നമുക്ക് നേരത്തെ ടോപ്പിക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും നമുക്കത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് തന്നെയാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കുറച്ചൊരിതൊക്കെ, കാരണം അവർക്ക് ചില മിക്കവാറും കൊച്ചു വാക്കുകൾ പറഞ്ഞു വരുന്ന പിള്ളേരാണ്. അപ്പോൾ അവർക്ക് അത്രത്തോളം അത് ബാധകമല്ല. എന്നാലും മാക്സിമം ശ്രമിക്കുക. അപ്പോൾ LP ഒക്കെ ആണെങ്കിൽ LPക്കും ടോപ്പിക്ക് കൊടുക്കും. UPയിലോട്ടും ഹൈസ്കൂളിലൊക്കെ പോകുമ്പോൾ മിക്കവാറും ഓൺ ദ സ്പോട്ടായിരിക്കും ടോപ്പിക്ക്. ചില ഭാഗങ്ങളിൽ UPയിലോട്ടും നേരത്തെ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും LPയും നമ്മൾ നഴ്സറിയും ആ വിഭാഗങ്ങളിൽ എപ്പോഴും ടോപ്പിക്ക് വളരെ നേരത്തെ അവർ നൽകും. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. ചിലതിലാണെങ്കിൽ 3 to 5 ആയിരിക്കും, ചിലതിൽ 7 വരെ പോകാം, 7 മിനിറ്റ്സ് വരെ പോകാം. പക്ഷേ അതിനനുസരിച്ച് നിന്നുകൊണ്ട്, കാരണം അവർ പറയുമ്പോൾ തന്നെ അവരുടെ റൂൾസും പറയുമല്ലോ. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അത് തീർക്കാനും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും ശ്രമിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ബോഡി ലാംഗ്വേജ്. പിന്നെ ടൈം ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് കുറയും. അതുപോലെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഭാഷാശുദ്ധി, ഇതെല്ലാം അവർ നോക്കും. അപ്പോൾ അത് പിന്നെ നമ്മുടെ ഡ്രസ് കോഡും നല്ല ഡ്രസ് കോഡായിരിക്കണം വേണ്ടത്. അപ്പോൾ ജഡ്ജസ് കുറച്ച് പൊതുവായിട്ട് നോക്കുന്നത് കണ്ടൻറ്റാണ്. കണ്ടൻറ്റ് ബേസ്ഡ് ആണോ, പിന്നെ അതുപോലെ വൊക്കാബുലറി ഉണ്ടോ, പിന്നെ എങ്ങനെ അവർ പ്രസൻറ്റ് ചെയ്യുന്നു, അവരുടെ എൻഗേജ്മെൻ്റ് അതിൽ എത്രത്തോളമുണ്ട്, ഇതൊക്കെ അവർ നോക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ കഥ പറയുന്നതാണ്. അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് LP സെക്ഷൻ വരെയൊക്കെ മിക്കവാറും കാണത്തുള്ളൂ. സ്റ്റോറി ടെല്ലിങ്ങൊക്കെ നഴ്സറി മുതൽ LP വരെയൊക്കെ കാണത്തുള്ളൂ സ്റ്റോറി ടെല്ലിംഗ്. അത് സ്റ്റോറി ടെല്ലിംഗ് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ പേരൊന്നും അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പേരും ക്ലാസ്സും ഡിവിഷനൊന്നും പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്തിനാണ് നിൽക്കുന്നത് എന്നുള്ളത് പറയണം. ഏത് കഥയെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയണം. എന്നിട്ട് കഥയിലോട്ട് കടക്കുക. ആ കഥയ്ക്ക് അനുസരിച്ചുള്ള ഭാവഭേദങ്ങൾ, നമ്മുടെ എക്സ്പ്രഷൻസ് നമുക്ക് ഉണ്ടാകണം. പിന്നെ അത് മാത്രമല്ല,
വ്യക്തത വേണം, ക്ലാരിറ്റി വേണം. കഥയുടെ അവസാനം മോറൽ വാല്യൂസുള്ള കഥയെ തിരഞ്ഞെടുക്കാവൂ. എപ്പോഴും നമ്മൾ മോറൽ വാല്യൂസ്, നല്ല ഗുണപാഠമുള്ള കഥകളെ തിരഞ്ഞെടുക്കാവൂ, മോറൽ സ്റ്റോറീസ് തിരഞ്ഞെടുക്കാവൂ. തീം ലെസ് ആയിട്ടുള്ള കഥകളൊന്നും എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ശബ്ദം, അവതരണ ശൈലി, പിന്നെ പദങ്ങൾ, ഇതൊക്കെ ജഡ്ജസ് മാർക്ക് നൽകും. നമ്മൾ പറയുന്ന അവതരണ ശൈലിയും അതുപോലെ ഭാവപ്രകടനം, വാക്കുകളുടെ ഉപയോഗം, ഇതൊക്കെ അവർ കണക്കാക്കും. സ്റ്റോറി ടെല്ലിങ്ങിന് കണക്കാക്കും ജഡ്ജസ്. ഓക്കെ, അപ്പോൾ പ്രായപരിധി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് മത്സരത്തിനും പ്രായപരിധി ഒരു മെയിൻ ഘടകമാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് LP, UP, നഴ്സറി എന്നൊക്കെ പറഞ്ഞ് അവർ ഹൈസ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ഹയർ സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് തരം തിരിച്ച് തന്നെയാണ് ആ ടോപ്പിക്കൊക്കെ തരുന്നത്. അപ്പോൾ ഹൈസ്കൂളിലും UPയിലൊക്കെ മിക്കവാറും ഓൺ ദ സ്പോട്ടാണ്. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഓൺ ദ സ്പോട്ടാണ് ടോപ്പിക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കൊച്ചു ക്ലാസ്സിൽ അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് വായന ശീലമൊക്കെ നമ്മൾ വളരെയധികം അതിന് ഹെൽപ്പ് ചെയ്യും. സ്പീച്ച് എലക്യൂഷന് നമുക്ക് വായന വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൊച്ചു ക്ലാസ്സിലെ ആ ഒരു ശീലം നേടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്ലാസ്സുകളിൽ നമുക്ക് സ്വയം അത് ഈസി ആയിട്ടത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് റെസിറ്റേഷൻ പറയുമ്പോൾ, റെസിറ്റേഷൻ പദ്യം ചൊല്ലലാണ്, പദ്യപാരായണമാണ് അല്ലേ. അപ്പോൾ റെസിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ ഏത് കവിതയാണ് ചൊല്ലാൻ പോകുന്നത്, അത് ആരെഴുതിയ കവിതയാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരികളാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് വേണം ആ കഥയിലോട്ട്, പദ്യത്തിലോട്ട് കടക്കാൻ. അപ്പോൾ പദ്യം ചൊല്ലുമ്പോൾ അതിനും വ്യക്തത വേണം, നല്ല ശബ്ദം, സൗണ്ട്, ഒരേ താളവും പിന്നെ ഋതവും വേണം, നല്ല രീതിയിലത് പോകണം. പിന്നെ അതുപോലെ ക്ലിയർ ആയിരിക്കണം, വാക്കുകളും ക്ലിയർ ആയിരിക്കണം. അത് ഫാസ്റ്റായിട്ട് പോകാൻ പാടില്ല, സ്ലോലി ആയിട്ടും ക്ലാരിറ്റിയും വേണം. പിന്നെ ഭാവം, നമ്മുടെ മുഖത്ത് ഭാവം എക്സ്പ്രഷനും ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ അതുപോലെ തന്നെ സ്പീച്ച് പറയുമ്പോഴായാലും ഐ കോണ്ടാക്റ്റ്, ഓഡിയൻസിന് നേർക്കായിരിക്കും നമ്മുടെ ഐ കോണ്ടാക്റ്റ്. എപ്പോഴും നമ്മൾ നേരെ നോക്കി ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പ്രേക്ഷകരെ നോക്കി ആണ് സംസാരിക്കാൻ. ഓക്കെ, അതുപോലെ ആക്ഷൻ സോങ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ നിന്നുകൊണ്ട് ചെയ്യുന്ന ആ പാട്ടിനനുസരിച്ചുള്ള ആക്ഷനാണ് വേണ്ടത്. ആക്ഷൻ സോങ്ങിൽ എപ്പോഴും നമ്മൾ ആ ഡാൻസ് കളിക്കുന്നത് കാല് ഉയർത്തിച്ചാടിയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ആ പാട്ടിനനുസരിച്ചുള്ള ആക്ഷൻസും എക്സ്പ്രഷൻസും നമ്മുടെ മുഖത്ത് വരണം ആക്ഷൻ സോങ് എന്ന് പറയുമ്പോൾ. അതിന് നമ്മൾ ഏതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ പോയി നിൽക്കുന്നു, മൈക്ക് സെറ്റ് ചെയ്യുന്നു, നമ്മൾ മൈക്ക് സെറ്റ് ചെയ്യേണ്ടവർ വന്ന് സെറ്റ് ചെയ്യും. അതിനുശേഷം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവൂ. എന്നിട്ട് നമ്മൾ പിന്നെ പാട്ട് തിരഞ്ഞെടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. മൈക്കെല്ലാം ക്ലിയറായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ തുടങ്ങാവൂ കേട്ടോ. അപ്പോൾ എന്നിട്ടെന്താ, നമ്മൾ ഏത് പാട്ടാണോ പാടുന്നത് അതിനനുസരിച്ചുള്ള ആക്ഷൻസ്, ഓവറാകാൻ പാടില്ല, അതുപോലെ കുറവും ആകാൻ പാടില്ല. നമുക്ക് ആക്ഷൻസ് കാണിക്കേണ്ടടുത്ത് നമ്മൾ കാണിച്ച് തന്നെ നമ്മൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് പ്രോപ്സും ഒക്കെ ഉപയോഗിക്കാം, പക്ഷെ അത് ഉപയോഗിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ആക്ഷൻ സോങ്ങിന്. പിന്നെ പ്രോപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും വളരെ മിതമായിട്ടുള്ള നല്ല നമുക്ക് എന്ന് വെച്ചാൽ സുരക്ഷ നൽകുന്ന തരത്തിലുള്ള പ്രോപ്സ്, ആ മത്സരത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കുന്ന തരത്തിലുള്ള പ്രോപ്സ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. റെസിറ്റേഷൻ ചെയ്യുമ്പോഴും സ്പീച്ച് ചെയ്യുമ്പോഴും നമ്മൾ അതുപോലെ ആക്ഷൻ സോങ് ചെയ്യുമ്പോഴും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ലൈറ്റ് മ്യൂസിക് പാടുമ്പോൾ ലാംഗ്വേജ്, ഭാഷ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ലിമിറ്റ്, എല്ലാത്തിനും ടൈം ലിമിറ്റ് ഉണ്ട്. ഓവറായി കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവറായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മാർക്ക് കുറയും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ചില ഈ ലൈറ്റ് മ്യൂസിക് കരോക്കെയൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ടെങ്കിൽ പിന്നെ അതിനേക്കാളും മുകളിലായിരിക്കണം നമ്മളുടെ സൗണ്ട്, വോയിസ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാളും മുകളിൽ അല്ലെങ്കിൽ ഉറക്കെയായിരിക്കണം നമ്മുടെ സൗണ്ട് കേൾക്കാനുണ്ട്. പിന്നെ ജഡ്ജസ് ഏതൊക്കെ കാര്യങ്ങൾ ലൈറ്റ് മ്യൂസിക് നോക്കുമെന്ന് പറഞ്ഞാൽ വോയിസ് ക്വാളിറ്റി നോക്കും, നമ്മുടെ ശബ്ദത്തിൻ്റെ അത് നോക്കും, പിന്നെ മെലഡി ആൻഡ് പിച്ച് നോക്കും, എക്സ്പ്രഷൻസ് നോക്കും, പ്രൊനൗൺസിയേഷൻ നോക്കും, സോങ് സെലക്ഷൻ നോക്കും,
ഓവറോൾ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ മത്സരങ്ങളുടെ സമയമാണ്. അപ്പോൾ ഈ മത്സരങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കൊച്ചു പിള്ളേർക്കാണെങ്കിൽ പേരൻസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രാക്ടീസ് കൊടുക്കാനും നന്നായിട്ട് സ്റ്റേജിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാനും എല്ലാം ഞങ്ങൾക്ക് സമയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.